നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചു. രാജി സ്വീകരിച്ച ഗവർണർ രാജേന്ദ്ര അർലോക്കർ പകരം സംവിധാനമാകുന്നതുവരെ ചുമതലയിൽ തുടരാൻ പിണറായിയോട് ആവശ്യപ്പെട്ടു. കണ്ണൂരിലുള്ള മുഖ്യമന്ത്രി വൈകിട്ട് 7 മണിയോടെ പ്രത്യേക ദൂതൻ വഴി രാജിക്കത്ത് ലോക് ഭവനിലെത്തിക്കുകയായിരുന്നു. നിയമസഭാ ഫലം വന്ന ശേഷം നാളെ ചേരാനിരുന്ന മന്ത്രിസഭാ യോഗവും വേണ്ടെന്ന് വെച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഓൺലൈനായി ചേർന്ന അവസാന മന്ത്രിസഭാ യോഗത്തിലും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണെങ്കിലും ഭരണ തുടർച്ചയുണ്ടാകുമെന്ന വിശ്വാസമാണ് മുഖ്യമന്ത്രി പങ്കുവച്ചത്. ഈ വിശ്വാസത്തിലായിരുന്നു ചൊവ്വാഴ്ച വീണ്ടും മന്ത്രിസഭാ യോഗം ചേരാമെന്ന് അറിയിച്ചതും. സംസ്ഥാനത്ത് UDF തരംഗം ആഞ്ഞുവീശിയപ്പോൾ 13 മന്ത്രിമാരടക്കം തോറ്റു. സിറ്റിംഗ് സീറ്റുകളിൽ ഉറച്ച വിജയപ്രതീക്ഷ അർപ്പിച്ച് വീണ്ടും കളത്തിലിറങ്ങിയ മന്ത്രിമാരാണ് കൂട്ടത്തോൽവി ഏറ്റുവാങ്ങിയത്. മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ മുസ്ലിം ലീഗിലെ ഫാത്തിമ തഹ്ലിയയോട് 5087 വോട്ടുകൾക്ക് തോറ്റു. വ്യവസായ മന്ത്രിയായിരുന്ന P രാജീവ് കളമശ്ശേരിയിൽ പരാജയപ്പെട്ടത് LDF ക്യാമ്പിനെ ഞെട്ടിച്ചു. ആറന്മുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഒരു ഘട്ടത്തിൽ പോലും ലീഡ് നേടാനായില്ല. കായിക മന്ത്രി V അബ്ദുറഹ്മാൻ തിരൂരിലും രജിസ്ട്രേഷൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിലും തോറ്റു. പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടി നേമത്ത് പരാജയപ്പെട്ടു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഇവിടെ ജയിച്ചു കയറിയത്. ഇടുക്കിയിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനും ഏറ്റുമാനൂരിൽ സഹകരണ മന്ത്രി VN വാസവനും പരാജയപ്പെട്ടു. ഇടതു കോട്ടയായ ഏലത്തൂരിൽ വനം മന്ത്രി AK ശശീന്ദ്രൻ വോട്ടർമാർ തിരിച്ചടി നൽകി. പത്തനാപുരത്ത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനും ഇരിങ്ങാലക്കുടയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Dr. R ബിന്ദുവിനും ഇത്തവണ പരാജയം നുണയേണ്ടി വന്നു. കഴിഞ്ഞ തവണത്തെ തിളക്കമാർന്ന വിജയം ഇത്തവണ ആവർത്തിക്കാൻ തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷിന് തൃത്താലയിൽ സാധിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. മൃഗസംരക്ഷണ മന്ത്രി J ചിഞ്ചുറാണി ചടയമംഗലത്തും പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രിയായ OR കേളു മാനന്തവാടിയിലും പരാജയപ്പെട്ടു. പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാരുടെ ഈ പതനം ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ശക്തമായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. മുഖ്യമന്ത്രിയടക്കം 7 മന്ത്രിമാർ ഭരണവിരുദ്ധ വികാരം മറികടന്ന് ജയിച്ചു കയറി. ആദ്യ റൗണ്ട് തൊട്ട് പിന്നിലായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് 19,000-ലധികം വോട്ടുകൾക്കാണ് വിജയിച്ചത്. 7 റൗണ്ടുകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി ആദ്യമായി ലീഡെടുത്തത്. കൊട്ടാരക്കരയിൽ ധനമന്ത്രി KN ബാലഗോപാൽ 1012 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും ബേപ്പൂരിൽ PA മുഹമ്മദ് റിയാസ് 7487 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും ജയിച്ചു. ഒല്ലൂരിൽ റവന്യൂ മന്ത്രി K രാജനും നെടുമങ്ങാട് GR അനിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ജയിച്ചു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.